ഇപ്പോൾ കഴിഞ്ഞ സെക്ഷൻസിൽ നമ്മൾ പഠിച്ചത് ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ, അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ, അതുപോലെ ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ്സിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിന് മുൻപായിട്ട് ഞാനൊരു അസൈൻമെൻറ്റ്, ഒരു സെറ്റ് ഓഫ് അസൈൻമെൻറ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് 7 മണിക്ക് മുൻപായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദി സബ്സെറ്റ് is of Mn of R. What is Mn of R? Mn of R means it is the set of all square matrices of order n with entries from the set of real numbers, consisting of, what is your S here? S is the set of all invertible matrices. Set of all invertible matrices. Here the binary operation, we take it as matrix multiplication. So you have to show that S with respect to multiplication. S with respect to multiplication is a group. Okay? Yes, with respect to multiplication is a group. What is your S here? S is the set of all invertible matrices. So to prove S is a group with respect to matrix multiplication, first you need to check the closure property. What is mean by closure property? Closedness. നിങ്ങൾ ആ സെറ്റ് എസ്സിലെ രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ സെറ്റിലെ തന്നെ എലമെൻറ്റ്സ് കിട്ടണം. നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ സ്ക്വയർ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് ഓഫ് ഓർഡർ n ആണ്. സോ രണ്ട് സ്ക്വയർ മെട്രിസസ്, n ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്, അത് ഇൻവേർട്ടിബിളും കൂടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ്, പ്രോഡക്റ്റ് മെട്രിക്സും എന്താവണം? ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ദാറ്റ് പ്രോഡക്റ്റ് ഇപ്പോൾ എയും ബിയും ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. എ ബി ബിലോങ്സ് ടു നോട്ട് Mn of R. എ ബി എന്ന് പറയുന്നത് എസ്സിലെ എലമെൻറ്റ്സ്, എയും ബിയും എസ്സിലെ എലമെൻറ്റ്സ്. കാരണം നമുക്ക് എസ് ആണ് ക്ലോസ് വിത്ത് റെസ്പെക്ട് ടു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എസ്സിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് എയും ബിയും. അപ്പോൾ എയും ബിയും എസ്സിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ഇൻവേർട്ടിബിൾ. സോ എ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും, ബി ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു IN ഇസ് ഈക്വൽ, അത് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ ഇൻറ്റു ബി ബിലോങ്സ് ടു എസ്സിൽ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിൻ്റെ പ്രോഡക്റ്റും എസ്സിലുണ്ടെന്ന് കാണിക്കണം. ഇവിടെ പ്രോഡക്റ്റാണ് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് രണ്ട് എലമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ എസ്സിൽ എലമെൻ്റ് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ ഇൻറ്റു ബി, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ. എ ഇൻറ്റു ബി ഇസ് ഓൾസോ ആൻ എലമെൻറ്റ് ഇൻ എസ് എന്ന് കാണിക്കണം. അപ്പോൾ എ ഇൻറ്റു ബി എസ്സിൽ എലമെൻ്റാന്ന് കാണിക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? എ ഇൻറ്റു ബി ഇസ് ഓൾസോ ഇൻവേർട്ടിബിൾ എന്ന് കാണിക്കണം അല്ലേ? കാരണം എസ്സിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്? ഇൻവേർട്ടിബിൾ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ n വിത്ത് റിയൽ എൻട്രീസ് ആണ്. സോ ടു പ്രൂവ് എ ഇൻറ്റു ബി ബിലോങ്സ് ടു എസ്, വി നീഡ് ടു ഷോ ദാറ്റ് ദി പ്രോഡക്റ്റ് ഇസ് എ ബി ഇസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ തെളിയിക്കുക? എ ബി എങ്ങനെ ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കുക? എ ബിയോട് കൂടെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ആളുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എയും ബിയും എസ്സിലുള്ളത് കൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് എവിടെ കിടക്കും? അതിൻ്റെ ഇൻവേഴ്സ് എസ്സിൽ കിടക്കും. എയും ബിയും എസ്സിലുള്ളത് കൊണ്ട് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും എസ്സിൽ കിടക്കും. അപ്പോൾ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n വിത്ത് റിയൽ എൻട്രീസ് ആണ്. അത് ക്ലിയർ ആണ്. ഇതിപ്പോൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. എ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു Mn of R ആണ്. ഇത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം.
കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കാണിക്കണം, എസ്സിലുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ അത് ടു പ്രൂവ് എ ബി ബിലോങ്സ് ടു എസ് വി നീഡ് ടു show that to prove A into B belongs to S, we need to show that AB is invertible. അതായത് എ ബിയുടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കണം. അപ്പോൾ എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇത് എസ്സിലുണ്ടെന്ന് കാണിക്കണം കേട്ടോ. എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എ ബി നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇത് കമ്പൈൻ ചെയ്തു. അപ്പോൾ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ എൻ ആണ്, എ ഐ എൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ എ ആണ്. സോ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ എൻ ആണ്. സോ എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ എൻ. സോ what will happen to your product AB? AB is invertible. അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എ ബി ഇസ് ഇൻവേർട്ടിബിൾ. എ ബി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എ ബി ബിലോങ്സ് ടു എവിടെയായിരിക്കും, എ ബി ഇസ് ഇൻവേർട്ടിബിൾ എന്ന് കിട്ടി. ഹെൻസ് ഫോർ എ കോമ ബി ബിലോങ്സ് ടു എസ്, എ ഇൻറ്റു ബി ബിലോങ്സ് ടു എസ്. അപ്പോൾ എ ബി ബിലോങ്സ് ടു എസ് ആണെങ്കിൽ എന്താ പറഞ്ഞു ഞാൻ, എസ് ഇസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ചെയ്തു. ഗ്രൂപ്പാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മെയിനായിട്ട് 4 ആക്സിയംസ്. ക്ലോഷർ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിൽ നിന്ന് തന്നെ, ബൈനറി ഓപ്പറേഷൻ്റെ അതിൽ നിന്ന് തന്നെ. പക്ഷെ എന്നാലും ചെക്ക് ചെയ്യണം പ്രോബ്ലംസ് തരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അസോസിയേറ്റിവിറ്റി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ, ക്ലിയർലി നിങ്ങൾക്കറിയാം അല്ലേ. എന്ത്, ഐ എൻ എന്ന് പറയുന്ന ആൾ, ഐ എൻ്റെ പ്രത്യേകത എന്താ, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 1, ബാക്കിയല്ല n ബൈ n സ്ക്വയർ മെട്രിക്സ് ആണ്. ഡയഗണൽ എൻട്രീസ് മാത്രം 1, ബാക്കിയെല്ലാം സീറോസ് ആണ്. അത് ഇൻവേർട്ടിബിൾ ആണെന്നറിയാം. സോ ക്ലിയർലി ഐ എൻ ബിലോങ്സ് ടു എസ് ആണെന്നറിയാം അല്ലേ, ഐ എൻ ബിലോങ്സ് ടു എസ് ആണ്. അതുപോലെ എ ഇൻറ്റു ഐ എൻ എന്ന് പറയുന്നത് എന്താ, എ ഇൻറ്റു ഐ എൻ, എ എന്ന് പറയുന്നത് ഫോർ എ ബിലോങ്സ് ടു എസ്, എ ഇൻറ്റു ഐ എൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ എൻ ഇൻറ്റു എ. ഓക്കെ, സോ ഐഡൻറ്റിറ്റി എലമെൻറ്റും ഉണ്ട്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എസ് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ എൻ വിത്ത് റിയൽ എൻട്രീസ് വിച്ച് ആർ ഇൻവേർട്ടിബിൾ എന്നാണ് പറയുന്നത്. ഇൻവേർട്ടിബിൾ സ്ക്വയർ മെട്രിസസിൻ്റെ കളക്ഷനാണ് എസ്. സോ എസ്സിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനെന്തുണ്ട്, ഇൻവേഴ്സും ഉണ്ട്. അപ്പോൾ ഈ 4 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവർ എസ് മീൻസ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് എം എൻ ഓഫ് ആർ. സബ്സെറ്റ് ഓഫ് എം എൻ ഓഫ് ആർ മീൻസ് എങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് എസ്സിൽ വരുന്നത്, from the set Mn of R we take only invertible square matrices of order n. Then that set S with respect to matrix multiplication is a group. So this is one important example. Next one is, this is another example for a group. You take the set Q plus. Everybody knows the set Q plus. What is Q plus? Q plus is the set of positive rationals. So here we have given one operation star. How your star is defined here, a star b is equal to ab by 2. For a comma b belongs to Q plus, a star b is equal to ab by 2. Then what will happen? You have to show that according to the given binary operation, your Q plus, this algebraic structure is a group. So you have to verify the 4 property group axioms: closure property, closure property, associativity, existence of identity, existence of inverse. So how you can show the closure property? For proving the closure property, you just take 2 elements, any 2 elements from Q plus. So I denote the elements by A and B. So suppose say B belongs to Q plus. What about A star B? A star B, by the definition of A star B, it is equal to AB by 2. So it is A and B are positive rationals. A into B is also a positive rational. AB by 2, it is a positive rational number. So this belongs to Q plus. So for A comma B belongs to Q plus, A star B also belongs to Q plus. That means Q plus is closed with respect to star. So closure property is verified.
Then associativity. To prove associativity, we need 3 elements. So you just take 3 elements from Q plus A, B, C. What about what is the associative property says? So to prove the associative property, you just start from one side. A star, you need to show that A star B star C is equal to A star B star C. So you just start from one side. A star B star C. By the definition of A star B, you can say that A star B star C is equal to A B star C, A into B star C by 2. Again apply the definition, then you go through these steps. These are trivial. So A star B star C is equal to A star B star C. So associativity also star is associative. Now existence of identity. That is also very trivial. Identity means you know that. So for A belongs to Q plus, എയോട് കൂടെ ആരെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടുന്നത്? അതേ എലമെന്റ് തന്നെ കിട്ടുക, എ തന്നെ കിട്ടുക. അത് ക്ലിയർ ആണല്ലേ? ബൈ ദി ഡെഫിനിഷൻ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ബൈ 2 ആണ്. അപ്പോൾ എയോട് കൂടെ ആരെ ഓപ്പറേറ്റ് ചെയ്താലാണ് എ കിട്ടുക എന്നുള്ളത് ട്രിവിയലാണ്. എ സ്റ്റാർ 2a by 2 which is equal to a which is equal to 2 star a. So 2 is the identity element. Existence of inverse. എ ബിലോങ്സ് ടു ക്യൂ പ്ലസ് എടുത്തു. ഇനി അതിനൊരു ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. എ ക്യൂ പ്ലസിലുണ്ടെങ്കിൽ 4/a എന്ന് പറയുന്ന ആളും ക്യൂ പ്ലസിലുണ്ട് അല്ല, അതൊരു റാഷണൽ നമ്പർ ആണല്ലോ, അതൊരു പോസിറ്റീവ് റാഷണൽ ആണല്ലോ. ഓൾസോ എ സ്റ്റാർ 4/a എന്ന് പറയുന്നത് എന്താ? ബൈ ദി ഡെഫിനിഷൻ എ സ്റ്റാർ 4/a ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 4/2a. അത് ഡെഫിനിഷൻ, സ്റ്റാറിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ഐഡൻറ്റിറ്റി കിട്ടി. സോ 4/a ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അതുപോലെ ഇതും കൂടെ വെരിഫൈ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻവേഴ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി. എലമെൻറ്റ് റൈറ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഐഡൻറ്റിറ്റിയും ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയും. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻവേഴ്സിൻ്റെ കാര്യത്തിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻവേഴ്സ് നോക്കണം, അത് രണ്ടും ഈക്വൽ ആവണം അല്ലേ. 4/a, എ സ്റ്റാർ 4/a യും 2 ആണ്, 4/a സ്റ്റാർ a യും 2 ആണ്. 2 is the identity element in Q plus with respect to star. So 4/a is the inverse of a. അപ്പോൾ ഇതുപോലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ഇൻവേഴ്സും ഉണ്ട്. So we can say that Q plus star is a group. Is it clear? I think the idea is clear to you. Now we are moving to a new definition. Definition is what? Definition is about abelian groups. Abelian groups. എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് പറയുക? എ ഗ്രൂപ്പ് ജി സ്റ്റാറിന്റെ പേരെന്താ? ഓൾജിബ്രൈക് സ്ട്രക്ചർ എന്ന് പറയില്ലേ? എ ഗ്രൂപ്പ് ജി സ്റ്റാർ. ഇപ്പൊ ജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അതായത് ഈ ആക്സിയംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. എ ഗ്രൂപ്പ് ജി സ്റ്റാർ ഇസ് അബീലിയൻ. എപ്പോഴാണ്? ഇഫ് the binary operation star is commutative. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് അല്ലെ? കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? എ സ്റ്റാർ ബി. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. For every a comma b belongs to g ക്ക് ഇത് ട്രൂ ആണെങ്കിൽ, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ ആൾ തന്നെ കിട്ടുകയാണെങ്കിൽ we can say that star is commutative. Okay, so if your binary operation star is also commutative, then we can say that group is abelian. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും അബീലിയൻ ഗ്രൂപ്പിന് നമുക്ക് എന്താ എക്സാമ്പിൾ പറയാം? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അബീലിയൻ ഗ്രൂപ്പ്. വാട്ട് അബൌട്ട് എക്സാമ്പിൾസ്? ഇതൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. എക്സാമ്പിൾ ഇപ്പം നോക്കൂ, ക്യൂ പ്ലസ് എടുത്തു, സെറ്റ് ഓഫ് റാഷണൽസ് വിത്ത് അഡീഷൻ. ഇതിനെന്താ സംഭവിക്കുക?
ഇതൊരു ഗ്രൂപ്പാണോ? ആദ്യം ഗ്രൂപ്പാണല്ലേ. അബീലിയൻ ആവണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അബീലിയൻ ആവണമെങ്കിൽ എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഇതിൽ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഏത് രണ്ട് എലമെന്റ് അല്ലെ, എ കോമ ബി ബിലോങ്സ് ടു ക്യൂവിന് എന്ത് സംഭവിക്കണം? എ പ്ലസ് ബിയും എന്തായിരിക്കണം? ബി പ്ലസ് എയും സെയിം ആവണം അല്ലേ? നമുക്കറിയാം ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ആഡ് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ തന്നെയാണെന്നറിയാം അല്ലെ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. സോ വി ക്യാൻ സേ ദാറ്റ് എന്ത് പറയാം നമുക്ക്? എന്ത് പറയാം? ക്യൂ പ്ലസ് ഇസ് അബീലിയൻ. ക്യൂ പ്ലസ് ഇസ് അബീലിയൻ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വേറെ പറയാം ആർ പ്ലസ് അല്ലേ, സി പ്ലസ് അല്ലേ, ഇതെല്ലാം അബീലിയൻ ആണ്. വാട്ട് അബൌട്ട് ആർ സ്റ്റാർ ഡോട്ട്? വാട്ട് അബൌട്ട് ആർ സ്റ്റാർ ഡോട്ട്? ആർ സ്റ്റാർ ഡോട്ട്, ആർ സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്നത്, ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ നേരത്തെ അസൈൻമെന്റ് തന്നിട്ടുള്ളതിൽ ആർ സ്റ്റാർ ഡോട്ട്. ആർ സ്റ്റാർ ഡോട്ടിന് എന്താ സംഭവിക്കുന്നത്? അത് അബീലിയൻ ഗ്രൂപ്പ് ആണോ? ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് 0 മാത്രം ഒഴിവാക്കുക, ബാക്കി എല്ലാം ഉണ്ട്. 0 ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ എലമെന്റ്സും. അപ്പൊ ഈ ആർ സ്റ്റാർ എന്ന് പറയുന്ന ആള് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് അത് അബീലിയൻ ആണോ അല്ലേ എന്നുള്ളത് നോക്കാം. ആർ സ്റ്റാർ ഡോട്ട്, അപ്പൊ നിങ്ങൾ അതും കൂടെ ചെയ്തോളൂ കേട്ടോ. ആർ സ്റ്റാർ ഡോട്ട് അബീലിയൻ ആണോ അല്ലേ എന്നുള്ളതും കൂടെ അതിൽ വെരിഫൈ ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന, ഇപ്പൊ ഈ അബീലിയൻ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസ് നിങ്ങൾ കൂടുതൽ കണ്ടെത്തുക കേട്ടോ. ഇനി അബീലിയൻ അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു ഗ്രൂപ്പ് അബീലിയൻ അല്ലാത്തത്, അബീലിയൻ അല്ലാത്തൊരു ഗ്രൂപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു ഗ്രൂപ്പ് എം എൻ ഓഫ് ആർ. എം എൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ n by n matrices with the real entries. ഓക്കെ എം എൻ ഓഫ് ആർ എടുത്തു. നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് എം എൻ ഓഫ് ആർ എടുത്തു. എസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ n by n matrices with the real entries അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ എക്സാമ്പിൾ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ്. എസ് ഡോട്ട് എന്ന് പറയുന്നത് അബീലിയൻ ആണോ? അബീലിയൻ ആണോ? അബീലിയൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് അബീലിയൻ ആണ് അല്ലേ? നോട്ട് അബീലിയൻ ആണ്. എന്തുകൊണ്ടാണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? നോട്ട് അബീലിയൻ ആണ് എസ് ഡോട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ബാക്കിയെല്ലാം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു നിങ്ങൾ കണ്ടതാണ്. പക്ഷെ കമ്മ്യൂട്ടേറ്റിവിറ്റി മാത്രം പോകും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് എസ് ഡോട്ട് എന്ന് പറയുന്ന അബീലിയൻ അല്ല അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അസൈൻമെന്റ്